ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്രിസൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിനൊരു വൈറ്റ് വൈറ്റ് മസാല ഉണ്ടാക്കണം. വൈറ്റ് മസാല ഉണ്ടാക്കിയതിന് ശേഷമാണ് നമുക്ക് ആ ക്രിസോൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് ഇതേമാതിരി നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 250 ഗ്രാം മഷ്റൂമാണ്. നല്ല വൈറ്റ് മഷ്റൂം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഈ ചിക്കൻ ഒന്ന് അതിനകത്തോട്ടിട്ടൊന്ന് മസാല ആക്കാൻ നോക്കാം. ബാക്കിയുള്ള ചേരുവകൾ എപ്പോഴെപ്പോഴും പറഞ്ഞുതരാം. അപ്പോൾ ഞാനൊരു താവ വെച്ചിട്ടുണ്ട്, ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരല്പം ഓയിലും ഒരു 25 ഗ്രാം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്പം ഓയിൽ ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചു. കണ്ടല്ലോ, ഓയിൽ ഒഴിച്ചില്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഓയിൽ ഒഴിക്കുന്നത് കൂടെ. അപ്പോൾ നിങ്ങൾ അതേമാതിരി ചെയ്യണം കേട്ടോ. ബട്ടർ മാത്രം ഇട്ട് കൊടുത്താൽ കളർ വ്യത്യാസം വരും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു 25 ഗ്രാം ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ബട്ടർ ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സവാളയും വെളുത്തുള്ളിയാണ്. സവാളയും വെളുത്തുള്ളിയും കൂടെ ഞാൻ 2 സവാളയും ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇതുമാതിരി ചോപ്പ് ചെയ്തെടുത്തതാണ്. കണ്ടല്ലോ നിങ്ങൾ. ഞാനത് ഇതിലോട്ട് ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക്, കളറൊന്നും ആവണ്ട, ഒരു പച്ച മണം ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറി വന്നോട്ടെ. സവാളയുടെ പച്ച മണം ഇവിടെ മാറി കിട്ടിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ബിസ്മില്ല. ആഡ് ചെയ്ത് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം എല്ലാം ഇറങ്ങിയതിന് ശേഷം നമുക്ക് മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ വെള്ളം എല്ലാം ഇറങ്ങിക്കോട്ടെ. അതിന് ശേഷം നമുക്ക് മഷ്റൂം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് മൂടി വയ്ക്കാം. ബിസ്മില്ല. ചിക്കൻ്റെ വെള്ളമെല്ലാം ഇവിടെ ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. നോക്ക്, മഷ്റൂം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് മൂടി വെച്ച് നല്ലതുപോലെ മൂടി വെച്ച് വേവിക്കാം. ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പും കുരുമുളകും പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നല്ലപോലെ വറ്റണം. വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് ചീസ് ക്രീമൊക്കെ ഇടാനുണ്ട്. ഇത് മഷ്റൂമിൻ്റെയും ചിക്കൻ്റെയും വെള്ളമാണ്. നല്ലപോലെ ഒന്ന് വറ്റട്ടെ. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ചീസ് ഉള്ളതുകൊണ്ട് ഉപ്പ് കുറച്ച് ഇടാവൂ. ചീസ് ഇടുന്നതുകൊണ്ട് ചീസിൽ ഉപ്പുണ്ട്. ക്രാഫ്റ്റ് ചീസാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഞാൻ ഉപ്പ് കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഒരു 1/2 ടീസ്പൂൺ ബ്ലാക്ക് പേപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുക്കും. വേറെ മസാലകളൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ വൈറ്റ് സോസാണ് ഉണ്ടാക്കുന്നത്. വൈറ്റ് മസാല ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ക്രിസോൻ്റെ റെഡിമെയ്ഡ് ക്രിസോണിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഈ മസാല. കണ്ടല്ലോ, ഒരുവിധം വെള്ളം വറ്റാറായി വരുന്നു. വെള്ളം കിടന്നാലും കുഴപ്പമില്ല. നമുക്ക് കട്ടിക്ക് കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. ചീസ് കണ്ട, ക്രാഫ്റ്റ് ചീസാണ്. ഞാൻ ഇതിൽ നിന്ന് 2 ടീസ്പൂൺ ചീസ് ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. 1, 2, ഇത്ര മതി. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊന്ന് ഒരു കുറച്ച് കുക്കിംഗ് ക്രീമാണ്. കുക്കിംഗ് ക്രീം കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഒരു 100 ഗ്രാം ക്രീം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ക്രീമേ ഒഴിക്കാവും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് പെട്ടെന്ന് നമുക്ക് കട്ടിയാക്കി എടുക്കണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ കോൺഫ്ലവറാണ്. 1 ടീസ്പൂൺ കോൺഫ്ലവർ. കോൺഫ്ലവർ ഞാനൊരു പാത്രത്തിനകത്തോട്ടിട്ട്
കലക്കി നമുക്കതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ 1.5 എടുത്തത്. ചെറിയ സ്പൂണാണ്. ഇതൊന്ന് കലക്കി കൊണ്ടുവരട്ടെ. ഞാൻ കോൺഫ്ലവർ കലക്കി കൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്താ ആവശ്യത്തിന് കട്ടി ഒരു കണക്കിന് നമുക്ക് ഇത് വേണം. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നിങ്ങൾ നോക്കണം, നല്ലൊരു സോസാണിത്, നല്ലൊരു മസാലയാണ്. സോസ് നമുക്ക് പാസ്ത സോസൊക്കെ ഉണ്ടാക്കൂലേ എന്ന മാതിരി തന്നെ വൈറ്റ് പാസ്ത ഉണ്ടാക്കുന്ന ഇതേ മെത്തേഡിലാണ്, ഇതേ സോസാണ്. പിന്നെ കുറച്ച് ഡിഫറൻറ്റ് മാത്രമേ ഉള്ളൂ. ഇതാ കണ്ടല്ലോ, അപ്പം നല്ല കട്ടിയായല്ലോ, നോക്കിക്കാണി. അതാ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇതാ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ തീ ഓഫാക്കുകയാണ്. തീ ഓഫാക്കുന്നു. ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. നമ്മൾ സോസ് ഉണ്ടാക്കി തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടല്ലോ ക്രിസോൻ്റ്, ഇതാണ് പ്ലെയിൻ ആയിട്ടുള്ളതാണ് വാങ്ങിയിട്ടുള്ളത്. മീഡിയം സൈസാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിനകത്തോട്ടാണ് ഞാൻ മസാല ആക്കാൻ പോകുന്നത്. ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേമാതിരി ഞാൻ 2 പാക്കറ്റാണ് വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് വാങ്ങാം. പിന്നെ ഞാൻ ഇതിന് ആ മസാല അതിൻ്റെ ഫില്ലിങ്ങിൻ്റെ കൂടെ വയ്ക്കാൻ തന്നെ കുറച്ച് മൊസറല്ല ചീസും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഓരോ ക്രിസോനും ഇതിൻ്റെ സെൻറ്റർ വെച്ചൊന്ന് കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്യണം. എല്ലാം ഇതുമാതിരി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇതിനകത്തോട്ട് നമ്മൾ മസാല നിറച്ച് കൊടുക്കുന്നത്. നല്ല ഒരു സാധനമാണ് കേട്ടോ. നമ്മളെ മക്കളൊക്കെ നല്ല പെട്ടെന്ന് അവറ്റകൾ കഴിക്കും. ഇത് 3, 4 നല്ല കൊച്ചു കുട്ടികൾ കഴിക്കുന്ന ഒരു ഐറ്റമാണിത്. നോക്കിയേ, ഇവിടെ എല്ലാം തയ്യാറാണ്. മൊസറല്ല ചീസ്, ക്രിസോൻ്റ്, പിന്നെ മസാല, മയോണീസ് കണ്ടല്ലോ നിങ്ങൾ. ഇനി നമുക്ക് ഓരോ ക്രിസോൻ്റ് എടുത്തിട്ട് ഇതേമാതിരി നിങ്ങൾ നോക്കി. ഇതേമാതിരി ക്രിസോൻ്റ് എടുത്തിട്ട് നമുക്ക് കുറച്ച് മസാല ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെച്ചാൽ മതി. നമ്മളെ ക്രിസോൻ്റ് ചെറുതാണ്, അതുകൊണ്ട് ഇതിലോട്ട് കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരല്പം മയോനീസ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മയോനീസ് ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മൊസറല്ല ചീസ് കുറച്ച് ചീസും കൂടി ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. നോക്കിക്കേ, കണ്ടല്ലോ നിങ്ങൾ. ഇതേമാതിരി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു ട്രേ എടുത്തിട്ട് ഞാൻ ബട്ടർ പേപ്പറും വെച്ച് ഈ ട്രേയിലോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ഒരു മിനിറ്റ് നമുക്കൊന്ന് ഓവനിലോട്ട് വെച്ച് ഇതൊന്ന് ലാസ്റ്റ് ടൈമിൽ ഒന്ന് മൾട്ടാക്കണം ഈ ചീസ്. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നത്. അപ്പോൾ എല്ലാം ഇതേമാതിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. നോക്കിക്കേ, ഇതിനകത്തോട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മസാല വയ്ക്കുക. മസാലയും വെച്ചതിന് ശേഷം കുറച്ച് മയോണീസ് ഒഴിച്ചു കൊടുക്കുക. മയോണീസ് ഇട്ട് അതിന് ശേഷം കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. കവർ ചെയ്തെടുത്തിട്ട് ട്രേയിലോട്ട് വയ്ക്കുക. എന്നിട്ട് ലാസ്റ്റ് നമുക്കൊന്ന് ഓവനിലോട്ട് വയ്ക്കാം. എല്ലാവർക്കും അറിയാലോ, വെരി ഈസിയാണ് മക്കളെ. ഇതൊക്കെ വെരി ഈസി ആയിട്ടുള്ള പണികളാണ്. നോക്കിക്കാണ്, എല്ലാം ഞാൻ ഫില്ലിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിനി ഓവനകത്തോട്ട് ഒരു 5 മിനിറ്റ് ഓവൻ ചൂടാക്കി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചീസ് ഒന്ന് മൾട്ടാക്കണം. അത്ര മാത്രമേ ചെയ്യേണ്ടി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് ക്രിസോണ്ടായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോണം ചെയ്യാൻ. ചീസ് മാത്രം ഒന്ന് മൾട്ടാക്കിയാലും മതി. മൾട്ടാക്കിയില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ ജസ്റ്റ് ഞാൻ ചീസൊന്ന് മൾട്ടാക്കാൻ പോവുകയാണ്. കണ്ടല്ലോ, ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട്. 1 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൾട്ടായതിന് ശേഷം നമുക്ക് തിരിച്ചെടുക്കാം. ബിസ്മില്ലാ. മക്കളെ, നമ്മളെ ക്രിസോൻ്റെ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇനി നമുക്ക് ഇതിനകത്ത് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു ഡിസൈൻ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം.
എന്താ ഈ ചൂടോടെ അങ്ങോട്ട് അങ്ങോട്ട് വായിക്കാത്തങ്ങ് വേവിച്ച് കൊടുത്താണ്ടല്ലോ. പൊളി പൊപ്പിളാപ്പിയാണ് മക്കളെ. ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ അതിൻ്റെ ഉള്ളിനകത്തിരിപ്പുണ്ട് കേട്ടോ. അത്രയും ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്, ക്രീമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. നിങ്ങൾ കണ്ടതാണല്ലോ. എല്ലാവരും എൻ്റെ പുന്നാര മക്കളെ എല്ലാവരും നിങ്ങളൊന്ന് തയ്യാറാക്കി നിങ്ങളെ മക്കൾക്കൊന്ന് വേഗം പോയി ഒന്ന് തയ്യാറാക്കി കൊടുക്കുക. അത്രയും രസമാണ്. ഇതൊക്കെ അങ്ങ് റംസാനിക്കുണ്ടല്ലോ. ഇതൊക്കെ നമുക്കുള്ള ടേബിളിൽ പ്രത്യേക ഒരു വിഭവങ്ങളാണ് റംസാനിക്ക്. അപ്പോൾ റംസാനാകുമ്പോൾ നിങ്ങളിതെല്ലാം പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ അറിയിക്കണം. അതാ നോക്കി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാണ്. എന്താ മൊഞ്ചം നോക്കിയാണ്. നിങ്ങളിതൊന്ന് കണ്ടു നോക്കിയാണ്. എന്താ മൊഞ്ചം നോക്കിക്കാണി. പുതിയാപ്പിള അരി അതിലേ ഇതിരിക്കുന്നത്. പുതിയാപ്പിളയുടെ മുമ്പ് വരെ വിളമ്പാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫാമിലിയൊക്കെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം പ്ലീസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം എനിക്ക്. എന്നാലേ എനിക്ക് അടുത്ത നല്ല നല്ല വെറൈറ്റി വീഡിയോകൾ ആയിട്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങളെ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.